ഹലോ എൻ്റെ ക്യൂട്ടീസ്. അപ്പോൾ നമുക്കിന്ന് ക്രേപ്പ് പേപ്പർ വെച്ച് നമുക്ക് തുലി ഫ്ലവർ ഉണ്ടാക്കിയല്ലോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത സാധനമാണ് തുലി ഫ്ലവർ കേട്ടോ. അപ്പോൾ ഈ ക്രീപ്പ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിപ്പോൾ രണ്ട് മെത്തേഡ് കാണിച്ചിരുന്നു. ആദ്യത്തെ മെത്തേഡിനകത്ത് ഇച്ചിരി വലിയ നീളത്തിൽ ക്രീപ്പ് പേപ്പർ ഏകദേശം 15 to 16 സെൻറ്റിമീറ്റർ ഉള്ള മെഷർമെൻറ്റിലാണ് നമ്മൾ 3 സെൻറ്റിമീറ്റർ വിടുത്തുമായിട്ട് നമ്മൾ കണ്ടിച്ചെടുക്കണം. ഏകദേശം 5 പെറ്റൽ വേണം. എന്നിട്ട് ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ മടക്കി ട്വിസ്റ്റ് ചെയ്തിട്ട് ശേഷം രണ്ടാമത്തെ സൈഡും നമ്മളിങ്ങനെ നടുക്കണ്ട ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പെറ്റൽ പോലെ ആക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. എന്നിട്ട് രണ്ടാമത്തെ സൈഡിലെ ഓപ്പോസിറ്റ് സൈഡും അതും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ട് മടക്കി ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പെറ്റൽ ശരിയാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ ഈ തുലിപ്പിൻ്റെ ഒരു വലിയ നമുക്ക് പെർഫെക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ ഒരുമാതിരിയൊക്കെ ഇങ്ങനെ ക്രീപ്പ് പേപ്പർ ഓർമ്മ വരുന്ന പണ്ട് ക്രിസ്മസിന് ഈ ഒരെണ്ണത്തിന് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ ഞങ്ങൾ അലങ്കരിക്കുകയായിരുന്നു. നമ്മൾ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ പണ്ട് മുളകോണം ഉണ്ടാകുന്ന ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരമാണ് ഉപയോഗിക്കുക. അതല്ലാതെ ഈ ക്രീപ്പ് പേപ്പർ വെച്ചുള്ള ക്രാഫ്റ്റ് വെച്ച് ചെയ്തുള്ള ശീലമൊന്നുമില്ല എനിക്കില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു പെറ്റൽ ശരിയാക്കണം. അതുപോലെ വലുതും ചെറുതുമായിട്ട് 5 പെറ്റലെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാക്ക് ടു സ്കൂൾ ഗിവ് വിന്നർ ക്രാഫ്റ്റി ലാൻഡാണ് കേട്ടോ. ഫസ്റ്റ് ഗീവ് വിന്നറാണ് ബാക്ക് ടു സ്കൂളിൻ്റെ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പെറ്റൽ ഉണ്ടാക്കുകയാണ്. ഞാനിപ്പം ഒന്ന് 15 സെൻറ്റിമീറ്റർ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ഒരു 12 സെൻറ്റിമീറ്റർ വെച്ചാണ് പെറ്റൽ ഉണ്ടാക്കിയത്. അതായത് 2 സൈസിലുള്ള പെറ്റൽസ് ഉണ്ടാക്കിയത്. ഏകദേശം 5-6 പെറ്റൽസ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ എല്ലാം സെയിം മെത്തേഡിൽ തന്നെ നടുക്ക് ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ടാക്കുന്നു. ഓപ്പോസിറ്റ് സൈഡും മടക്കി വെച്ചത് ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ടാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ലീഫാണ് കേട്ടോ. അപ്പോൾ ലീഫും കണ്ടിക്കാനുള്ള പച്ച പേപ്പർ വെച്ചിട്ടുണ്ട്. എനിക്കാണ് സത്യത്തിൽ ലൈറ്റ് പിങ്ക് കളർ പീച്ച് കളർ വേണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മെത്തേഡ് കാണിക്കാൻ വേണ്ടിയല്ലേ, ഫ്ലവർ ഉണ്ടാക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കർവ്ഡ് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം ബാക്ക് ടു സ്കൂളിൻ്റെ ടോട്ടൽ 3 പേരെ മാത്രമേ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇനി 3 പേർക്ക് കൂടെ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യേണ്ട. അത് ആ 3 പേർക്കുള്ള ഞാൻ നാളെ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഗിവ് വിന്നർ ആരാന്നറിയാവോ? നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഷേസാസ് ആർട്ട് വൈബ് എന്ന് പറഞ്ഞാണ്. ഷേസാസ് ആർട്ട് വൈബ്സ് കേട്ടോ. അതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലീഫ് ഉണ്ടാക്കി കണ്ടിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഈ ലീഫും ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശേഷം അതിൻ്റെ ഏകദേശം ഒരു ലീഫ് ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കണ്ടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം ബാക്ക് ടു സ്കൂൾ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. മന്ത്ലി ഗിവ് ഓൾറെഡി ചലിക്കുന്നുണ്ട്. മന്ത് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് മന്ത്ലി ഗിവ് എടുക്കുന്നത്. അത് ഞാൻ 2 ദിവസം അതും അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്ക് ടു സ്കൂൾ ഞാൻ 3 അല്ല 6 പേർക്ക് കൊടുക്കാനാണ് വയ്ക്കുന്നത്. 3 പേരുടെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ട് 3 പേർക്കുള്ള ഇനിയും ഗിഫ്റ്റ് വരാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒരു കമ്പിയിൽ ഒട്ടിച്ച് വെക്കുക. കമ്പിയുടെ നടുക്ക് നമ്മൾ ബഡ് ബോൾ ഉണ്ടാക്കിയ ശേഷം അതിന് ചുറ്റിനും ഈ പെറ്റൽസ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിത്തിട്ടും നമ്മൾ ഏകദേശം പെറ്റൽ പോലെ ആക്കിയിട്ടുണ്ട്. കർവ് ഷേപ്പിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പേരുടെ ഗിവ് വേയുടെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഒരാളും കൂടെ ബാക്ക് ടു സ്കൂൾ ഗിവ് വേക്ക് വിന്നറുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ 3 പേരുടെ ഗിഫ്റ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ലാത്ത ഗിഫ്റ്റാണ്. അത് നാളെഞ്ഞോ അടുത്തുള്ളതിന് അതും ബാക്ക് ടു സ്കൂൾ ഗിവ് വേ വിന്നേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവർക്കാണ് അങ്ങനെ ടോട്ടൽ 6 ഗിഫ്റ്റാണ് ഞാൻ മേടിക്കുന്നത്. നിങ്ങൾ ഫുൾ മന്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ലൈക്ക് ഫുള്ള് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഈ മാസം ഫുള്ള് സപ്പോർട്ട് ചെയ്ത് എന്നെ നോക്കുന്നവരാണ് അടുത്ത മാസം ഗിവ് വേ കൊടുക്കുന്നത്, മന്ത്ലി ഗിവ്. ഇത് ബാക്ക് ടു സ്കൂളിൻ്റെ 3ാമത്തെ വിന്നർ ആരാന്നറിയോ? 3ാമത്തെ വിന്നറാണ് നമ്മുടെ ശിവപ്രിയ സുകേഷ് എന്ന് പറയുന്നതാണ് കുട്ടിക്കാണ് കിട്ടുന്നത്. ഇവർ 3 പേരും എന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്തൂടെ എൻ്റെ ചാനലിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അതിനകത്ത് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഇൻസ്റ്റാഗ്രാം അയക്കുക. അല്ലെങ്കിൽ മെയിൽ ഐ ഡി വേണമെന്നുള്ളവർ പറഞ്ഞാൽ മെയിൽ ഐ ഡി ഞാൻ മെൻഷൻ ചെയ്തേക്കാം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കേട്ടോ. അപ്പോൾ ഈ 3 പേർക്കാണ് ആക്റ്റീവ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതേണ്ട ആദ്യത്തെ ഓൾറെഡി ഫ്ലവർ ഉണക്കി രണ്ടാമത്തെ മെതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെറിയൊരു മെഷർമെൻറ്റ് ഫ്ലവർ എടുത്തിട്ട് അറ്റം ഇങ്ങനെ കണ്ടിച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ട. ഇങ്ങനെ കണ്ടിച്ചെടുക്കുക എന്ന് 2 അറ്റം. എന്നിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തോട് മടക്കി ഒട്ടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് വലിയ നീളമുള്ള പേപ്പർ എടുക്കണം. മറ്റേ നമ്മൾ 15 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കും. ഇതിന് ഏകദേശം അത്ര സെൻറ്റിമീറ്റർ ഒന്നും വേണ്ട. ചെറുതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അകത്ത് ഒട്ടിക്കുക ചെയ്ത് 2 സൈഡ് ഒട്ടിക്കുക ഇച്ചിരി പാട് കിട്ടും. അപ്പോൾ ഒരു കർവ്ഡ് പെറ്റൽ പോലെ ആക്കി നമ്മളതിനെ എടുക്കുകയാണ് ഇന്ന്. ഈ ക്രേപ്പ് പേപ്പറിൻ്റെ ഒരു ഗുണം എന്നാൽ നമ്മൾ ഇച്ചിരി കൂടെ ഇങ്ങനെ വലിക്കും തോറും അത് നീളം കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 5 പെറ്റൽ ഉണ്ടാക്കുക. പിന്നെ മറ്റേ മെത്തേഡൊക്കെ സെയിം പോലെ തന്നെയാണ്. നമ്മൾ ബഡ് ഉണ്ടാക്കി നമ്മുടെ കമ്പിയുടെ നടുക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഇത് റെഡ് വെൻറ്റ് നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ ഒന്നിച്ചങ്ങ് കാണിക്കുവാണ്, ഒന്നിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പെറ്റൽ കാണിച്ച പോലെ തന്നെ മടക്കിയിട്ട് ശേഷം 2 സൈഡും ഇങ്ങനെ ഒരു കർവ്ഡായിട്ട് ഷേപ്പിൽ കണ്ടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ 2 സൈഡിനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ട് മടക്കി 2 സൈഡും മടക്കുമ്പോഴാണ് നമ്മുടെ പെറ്റൽ റെഡിയാകുന്നത്. കണ്ടോ, ഇങ്ങനെ മടക്കുക. അപ്പം നിങ്ങളുടെ ഇതിന് വലിയ നീളോളം ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് വേണമെങ്കിൽ പേപ്പർ വെച്ചൊക്കെ തുളി ഫ്ലവർ ഉണ്ടാക്കുക. ഇതുവരെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയത്. ഒത്തിരി പ്രാവശ്യം കുറേ പേര് എന്നോട് പറഞ്ഞായിരുന്നു സജഷൻ, അതുകൊണ്ടാണേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. സാധാരണ ഫെവിക്കോൾ വെച്ചാൽ അത് എൻ്റെ ഫെവിക്കോൾ കാണുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അങ്ങനെ അതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് കർവായിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ആ പേപ്പർ ഇങ്ങനെ നമ്മുടെ കർവായിട്ട് വരും കേട്ടോ, അങ്ങനെ വരും കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് മേടിക്കേണ്ട, നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് സെയിം പോലെ തന്നെ കമ്പി ഞാൻ ജസ്റ്റ് ഒന്ന് വളച്ച് ഇങ്ങനെ വെക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ചുറ്റിനും ഒട്ടിക്കുക. മറ്റേ ബഡ്സ് വെച്ചെല്ലാം ഉണ്ടാക്കുന്നതാണ്. ബഡ്സ് വെച്ച് ഉണ്ടാക്കുന്ന വേണ്ടി ബഡ് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വളച്ചത്. ഇല്ലാതെയും വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കമ്പി കുത്തി കയറത്തില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ സെയിം പേപ്പർ കൊണ്ട് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടും ഉണ്ടാക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ, ഒരു പ്രാവശ്യം ഉണ്ടാക്കാമേ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് ചോദിക്കുന്നത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ലൈക്ക് ഷോർട്സിനും ലോങ്ങിനൊക്കെ ലൈക്ക് ഇടാൻ മറന്നു പോകുന്നവരോട് പ്രത്യേകിച്ച് ലൈക്ക് ഇട്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എല്ലാ മന്തിലും ഗിവ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വലിയ ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, അപ്പോഴല്ലേ കൂടുതൽ ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ചെയ്യുന്നുണ്ടോ എനിക്കറിയാം. അത് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ സമയത്തും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ അവിടെ ഇങ്ങനെ പെറ്റൽ ഏകദേശമൊക്കെ ഒരു സൈഡ് മുകളിലോട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചെടുക്കും തോറും നമ്മുടെ ഏകദേശം 5-6 പെറ്റൽ വേണമെങ്കിൽ വെക്കാം. മറ്റേത് നമ്മൾ 2 സൈസിലുണ്ടാക്കി, ഇത് സെയിം സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒട്ടിക്കുന്ന മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇത് കേട്ടോ, ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ പേപ്പർ ഇച്ചിരി കട്ടി കുറവുള്ള നമ്മുടെ പേപ്പറല്ലേ, അതുകൊണ്ട് കീറാൻ ചാൻസ് നോക്കുക കേട്ടോ, സൂക്ഷിച്ചൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം ഷേപ്പ് മനസ്സിലാവും, അതുപോലെ അങ്ങ് ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കർവായി പോകും കേട്ടോ. നടുക്ക് ഈ വള്ളം, പണ്ടത്തെ വള്ളം ഇല്ലയോ, ആ വള്ളത്തിൻ്റെ ഒരു ഷേപ്പ് പോലെ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റൽ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ആ കമ്പയിൽ നമ്മൾ ഈ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാം, ഇതാണ് അടുത്ത പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി. അടുത്ത പ്രാവശ്യം തന്നെ നെക്സ്റ്റ് 3 പേർക്ക് കൂടി ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ ഗിഫ്റ്റിനുള്ള പൗച്ചാണ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത്, ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ, ഞാൻ അപ്പോൾ അതാണ്. ഇനിയിപ്പം നമ്മൾ ലീഫും നമ്മുടെ സ്റ്റെമ്മേൽ നമ്മൾ പച്ചക്കളറും കൂടി ചുറ്റിയാൽ നമ്മുടെ 2 തരത്തിലുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണണം. 3 പേർക്ക് കിട്ടിയാൽ ഇനി 3 പേർക്ക് കൂടെ സെയിം നല്ല ക്യൂട്ടായിട്ടുള്ള വാക്റ്റി സ്കൂളിന് വേണ്ടിയുള്ള പൗച്ച് കിട്ടുന്നതാണ്. അത് നാളെ കഴിഞ്ഞ പോലെ അനൗൺസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇനി മന്ത്ലി ഗിവ്വേയും അനൗൺസ് ചെയ്യുന്നതാണ് 2 ദിവസത്തിനുള്ളിൽ കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യൽ, ലൈക്ക് കമ്പൽസറി എടുക്കണം, ഷോർട്ട് ഫുള്ള് കാണണം. അടുത്ത ഗിഫ്റ്റ് കണ്ടല്ലോ എല്ലാവരും.